ആന്ധ്രയിലെ പെന്തുർത്തി അയ്യപ്പ ക്ഷേത്രത്തിൽ സ്വർണ്ണപ്പാളി എത്തിച്ച് പണപ്പിരിവ് നടത്തി എന്നുകൂടി കണ്ടെത്തുന്നു. ഇതോടെ തമിഴ്നാട്ടിലും കർണാടകയ്ക്കും പുറമെ ആന്ധ്രയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ദേവസ്വം വിജിലൻസിന്റെ തീരുമാനം. ടി വി പ്രസാദ് ചേരുന്നു. ടി വി പ്രസാദ്, താൻ ഇത്തരത്തിൽ പണപ്പിരിവൊന്നും നടത്തിയിട്ടില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വിശദീകരിക്കുമ്പോഴും പല ആളുകളും പണം നൽകിയെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരികയാണ്. ദേവസ്വം വിജിലൻസിന് ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു അന്തർ സംസ്ഥാന പ്രദർശനമാണ് നടന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി ആരൊക്കെ പറ്റിക്കപ്പെട്ടു എന്നാണ് അറിയേണ്ടത്, അല്ലേ? ഉറപ്പായും ഇതിലൊരു ആഗോള തട്ടിപ്പ് നടന്നു എന്ന കാര്യം ഉറപ്പാണ്. കാരണം കേരളം കൂടാതെ തമിഴ്നാട്ടിലും കർണാടകയിലും ഇന്നിപ്പോൾ പുറത്തു വന്ന വാർത്തകളനുസരിച്ച് ആന്ധ്രാപ്രദേശിലും ഉൾപ്പെടെ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുകയും പൂജ നടത്തുകയും സ്വാഭാവികമായും അതിൻ്റെ മറവിൽ പണം തട്ടി എന്ന് തന്നെയാണ് ദേവസ്വം വിജിലൻസ് കരുതുകയും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി ഇനി മൊഴിയെടുക്കാൻ വിളിക്കുമ്പോൾ ഉറപ്പായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് വിശദീകരിക്കേണ്ടതായും വരും. കാരണം ഇത് സംബന്ധിച്ചുള്ള ഒരുപാട് തെളിവുകൾ ഇതിനകം തന്നെ ദേവസ്വം വിജിലൻസ് ശേഖരിച്ചിരുന്നു. നമ്മളാണ് ജയറാമിൻ്റെ വീട്ടിലെത്തി പൂജ നടത്തുന്നത്, ജയറാമിൻ്റെ സാന്നിധ്യത്തിൽ പൂജ നടത്തുന്നത് എല്ലാം പുറത്തു കൊണ്ടുവന്നത്. സ്വാഭാവികമായി അത്തരം സംഭവങ്ങൾ വേറെയും നടന്നിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ദേവസ്വം വിജിലൻസ് കണക്ക് കൂട്ടുന്നത്. ഇത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി ഏതാണ്ട് 39 ദിവസത്തോളം മിസ്സിംഗ് ആയിരുന്നു യഥാർത്ഥത്തിൽ. ആ സമയത്തിനിടയിൽ എങ്ങോട്ടൊക്കെ പോയി എന്ന കാര്യത്തിൽ ഒരു പിടിയുമില്ല. മാത്രമല്ല പുതുതായി ഉണ്ടാക്കിയതാണ് ഇങ്ങനെ പ്രദർശനത്തിന് വേണ്ടി കൊണ്ടുപോയതെന്നും പറയുന്നു. എന്തായാലും ഇതിലൊരുപാട് ക്ലാരിറ്റി വരുത്താനുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, 1999 വിജയ് മല്യ പൂശിയ സ്വർണ്ണപ്പാളികൾ എവിടെയാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രധാനമായും അവിടെ നിന്ന് കൊണ്ടുപോയ മഹസർ പരിശോധിക്കുമ്പോൾ അതിൽ ഒരു തരി സ്വർണ്ണമില്ല. അങ്ങനെയെങ്കിൽ എവിടെ വെച്ചാണ്, ആരാണ് ഈ സ്വർണം കൊണ്ടുപോയത്? മാത്രമല്ല ദേവസ്വം ബോർഡിന് ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ഒരാളെ ഇതെല്ലാം ഏൽപ്പിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. താൻ അവിടെ ഉള്ള സമയത്ത് ഉദ്യോഗസ്ഥന്മാർ വന്ന് ചെയ്തു തരുമോ എന്നൊക്കെയാണ് വളരെ ലളിതമായി ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. വിനീത, ഇതിലുള്ളൊരു പ്രശ്നം, ഇത് ഭക്തരുടെ പ്രശ്നമാണ്, അയ്യപ്പ ഭക്തരുടെ പ്രശ്നമാണ്. അവർ വലിയ പരിഭാവനയോടെ കാണുന്ന കാര്യങ്ങളാണ് തോന്നും പോലെ എടുത്തു കൊണ്ടുപോവുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രദർശിപ്പിക്കുകയും അതൊരു കച്ചവട ചരക്കാക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് ഒരു പോറ്റി മാറുന്നത് എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ കാര്യം. ഉറപ്പായും ദേവസ്വം വിജിലൻസിന് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. ഇനി എന്തായാലും ഈ അന്വേഷണം പോലീസ് ക്രൈംബ്രാഞ്ചിലേക്ക് വിടാനുള്ള സാധ്യതയും അതിവിദൂരവുമല്ല. വിനീത, അതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, പ്രത്യേകിച്ച് ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരിൽ കൂടുതലും തമിഴ്നാട്, കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. അവരെയൊക്കെ തന്നെയും ഇത്തരത്തിൽ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വിശ്വാസ്യതയുടെ കൂടി പ്രശ്നമായി മാറുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതായാലും അത് തെളിയിക്കാൻ ബാധ്യസ്ഥനുമാണ്. നമ്മൾ ഇന്നലെ പുറത്തുവിട്ട ദൃശ്യങ്ങൾ ടി വി പ്രസാദ് പറഞ്ഞതുപോലെ ജയറാമിന്റെ വീട്ടിലൊപ്പം ചെന്നൈയിലെ ഒരു ഫാക്ടറിയിലൊക്കെ എത്തിച്ച് പൂജ നടത്തുന്ന ദൃശ്യങ്ങൾ അത് പുറത്തുവിട്ടതിന് പിന്നാലെ ഇപ്പോൾ നടൻ ജയറാമിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഇതൊരു സ്വാഭാവിക നടപടി എന്ന നിലയിൽ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് പിന്നാലെ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. പ്രാഥമിക മൊഴി തന്നെ അദ്ദേഹത്തിന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.